ഗോഡ്. ആമേൻ, ആമേൻ. ആ കരങ്ങളെ നല്ലോണം നാട്ടിച്ച് നമുക്ക് ദൈവത്തെ നന്ദി പറയാം. ദൈവം ചെയ്ത വൻ കാര്യങ്ങൾക്കായി നമുക്ക് ദൈവത്തെ നന്ദി പറയാം. ഹല്ലേലൂയ. നാം 14ാമത്തെ ആനിവേഴ്സറിയിൽ നാം വന്ന് 14 നിന്ന് 15 പോകുന്ന ഒരു ട്രാൻസിഷനിലേക്കാണ്. ഹല്ലേലൂയ. അപ്പോൾ LFC സഭയോടുള്ള ബന്ധത്തിൽ 7 വർഷത്തിന്റെ 2 സൈക്കിളുകൾ കഴിഞ്ഞു. We are entering into the glorious third cycle. ഒരു പുതിയ ആരംഭമാണ്. So it's a new season. അടുത്തൊരു സീസന്റെ തുടക്കമാണ്. It's a new beginning. It's a new cycle. It's a new phase for us as a church. അതിനായിട്ടൊക്കെ നമുക്ക് ദൈവത്തെ നന്ദി പറയാം. കർത്താവ് നടത്തിയ വഴികൾക്കായി, വിധങ്ങൾക്കായി, ദൈവം ഉപയോഗിച്ച ദൈവദാസന്മാർക്കായി, ദൈവഭൃത്യന്മാർക്കായി ഈ സഭയെ പണിതെടുത്ത് ദൈവത്തിനും ദൈവരാജ്യത്തിനും വേണ്ടിയൊക്കെ പ്രയോജനപ്പെടുത്തുന്ന ദൈവത്തിന്റെ കൃപകൾക്കായി നമുക്ക് ദൈവത്തെ നന്ദി പറയാം. 14ാമത്തെ വർഷം നാം കൊണ്ടാടുമ്പോൾ, സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നന്ദി പറയും. This is a thanksgiving service. I want to say, God, we are thankful to you. നമ്മുടെ കരമൊന്ന് ഉയർത്തി ഹല്ലേലൂയ. ഞങ്ങളെ നടത്തിയ ദൈവമേ സ്തോത്രം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ദൈവദൂതന്മാരുടെ ഗണങ്ങൾ, ഹല്ലേലൂയ സ്തോത്രം. ഒരു ചെറിയ പ്രാർത്ഥന കൂട്ടായ്മയായി ആരംഭിച്ച് സ്തോത്രം, അതൊരു കൂട്ടായ്മയായി, അതൊരു സഭയായി, അതൊരു ചലനമായി, അതൊരു മൂവ്മെന്റായി ഭാരതത്തിന്റെ 10-11 സ്റ്റേറ്റുകളിലേക്ക് അപ്പസ്റ്റോളിക് ലിവിംഗ് ഫെയ്ത്ത് ചർച്ചുകളെ പ്ലാന്റ് ചെയ്യുവാൻ, അവിടെ മക്കളെ എഴുന്നേൽപ്പിക്കുവാൻ, ശുശ്രൂഷന്മാരെ എഴുന്നേൽപ്പിക്കുവാൻ, ദൈവരാജ്യത്തിന്റെ സുവിശേഷത്താൽ അവരെ എൻവിഷൻ ചെയ്യുവാൻ, അവരുടെ പട്ടണങ്ങളെ, അവരുടെ ദേശങ്ങളെ പിടിക്കുവാനുള്ള ഒരു ദൗത്യം കൈമാറിയ ഒരു ദൈവസഭയാണ്, ഒരു മാതൃസഭയാണ്. ആമേൻ. ആ കരമടിച്ച് നമുക്ക് ദൈവത്തെ നന്ദി. So we want to thank you, God. We want to thank you. നല്ലോണം കരങ്ങൾ അടിക്കാം. Hallelujah. Amen. We are so thankful, God, for your goodness. 77ാമത്തെ സങ്കീർത്തനം ആസാഫിന്റെ ഒരു സങ്കീർത്തനമാണ്. ദാവീദിന്റെ ടീമിലെ പ്രധാന വർഷിപ്പ് ലീഡറായി ദൈവം സ്തോത്രം എഴുന്നേൽപ്പിച്ച ആസാഫിന്റെ സങ്കീർത്തനം. അതിന്റെ 11ാമത്തെ വാക്യത്തിൽ I will remember the deeds of the Lord and I will remember your wonders of old. ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും. നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഓർക്കും. 14 വർഷമാണ് ആനിവേഴ്സറി നാം കൊണ്ടാടുന്നത്. നമുക്കറിയാവുന്ന പോലെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. അന്നാണ് അത് ജനിച്ചു വീണത്. LFC ആയ ഒരു സഭ ജനിച്ചു വീണത് 2009 ആണെങ്കിലും ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോഴല്ല ആ കുഞ്ഞ് ഉരുവായത്. ഒരു അമ്മ 9-10 മാസം തന്റെ ഉദരത്തിൽ ചുമന്ന് ഗർഭം ധരിച്ച് ആണത് പുറത്തു വരുന്നത്. അപ്പോൾ അതിനു മുമ്പേ ഒരു പ്രക്രിയയുണ്ട്. ഒരു പുരുഷനും സ്ത്രീയും ഒരുമിച്ച് ചേർന്ന് വരുന്നു. ഒരു വിവാഹ ബന്ധത്തിൽ, ഉടമ്പടിയിൽ അവർ ഒന്നായി തീരുന്നു. അതിന്റെ അനന്തരഫലമായ ആ യൂണിയനിലാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത്. അപ്പോൾ 2009 ഇവിടെ ഒരു കുഞ്ഞ് ജനിച്ചു. 14ാമത്തെ വർഷമായി ഈ LFC കുഞ്ഞിന് എങ്കിൽ സ്തോത്രം. ഇത് പാസ്റ്റർ അജിത്തും പാസ്റ്റർ സുബയുടെയും ഒരു സഭ എന്ന് അറിയപ്പെടുന്നുവെങ്കിലും ഇത് കർത്താവിന്റെ പദ്ധതിയാണ്. ഇത് കർത്താവിന്റെ സഭയാണ്. ഹല്ലേലൂയ. This is the church of God. ഇത് ദൈവത്തിന്റെ മുൻനിർണയ പ്രകാരം, ദൈവത്തിന്റെ സർവാധിപത്യത്തിൽ, in the sovereign plans and purposes of God, ചെങ്ങന്റെ ഊരിനെ യേശുവിന്റെ ഊരാക്കി, ഇതിനെ സിയോൻ പട്ടണമാക്കി. ഹല്ലേലൂയ. 100 വർഷങ്ങൾക്ക് മുമ്പേ കുക്ക് സാഹിബ് ഒരു കുന്നിനെ നോക്കി സിയോൻ കുന്ന് എന്ന് ഭാരത കരയ്ക്ക്, കേരള കരയ്ക്ക് സ്തോത്രം പെന്തക്കോസ്തിന്റെ അനുഭവത്തെ കൊണ്ടുവരുവാൻ ദൈവം ഉപയോഗിച്ച സ്തോത്രം അപ്പോസ്തലനായ കുക്കിന്റെ ഈ കുന്നിൽ വെച്ചാണ് ആ ദൈവിക നിയോഗം പകരപ്പെട്ടതും. സ്തോത്രം. ഹല്ലേലൂയ. കേരളത്തിലും ഭാരതത്തിലും പെന്തക്കോസ്തിന്റെ അനുഭവം സുവിശേഷത്തിന്റെ വലിയ ഒരു തീ കത്തുവാൻ ഇടയായിട്ട്. So we remember the works of old. Hallelujah. Amen. ഈ 14 വർഷങ്ങൾക്ക് മുമ്പേ ഇത് ജനിച്ചു എന്ന് പറയുമ്പോൾ there was a pregnancy period. There was a coming together. And we praise God. ദൈവം നടത്തിയ വഴികൾക്കായി, വിധങ്ങൾക്കായി we are thankful to you. വ്യത്യസ്തമായ ദൈവദാസന്മാരെ എടുത്ത ഫോട്ടോ ഒക്കെ കാണിച്ച് പറഞ്ഞു. ഒത്തിരി പേരെ കുറിച്ച് പറഞ്ഞില്ല. 5 തരം ശുശ്രൂഷകൾ: അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഉപദേഷ്ടാക്കന്മാർ, ശുശ്രൂഷകന്മാർ, ഇവാഞ്ചലിസ്റ്റ്, ഇടയന്മാർ, സുവിശേഷന്മാർ, പലതരത്തിലുള്ള ദൈവഭൃത്യന്മാർ, അഭിഷിക്തന്മാർ, എല്ലാം ഈ ശുശ്രൂഷകൾക്ക് വലിയ കൈത്താങ്ങലായി തീർന്നായി ഒക്കെ ഒരു നിമിഷം ആഖ്യാനം ഉയർത്തി നമുക്ക് ദൈവത്തെ നന്ദി. I want to thank you, God, for every man and woman of God that you used to build this house for a blessing to the nations. Amen. അപ്പോൾ ആസാഫ് വർണ്ണിച്ചു പോകുകയാണ്. 13ാമത്തെ വാക്യം നമുക്ക് ഇനി ഒന്ന് വായിക്കാം. ദൈവമേ, നിന്റെ വഴി വിശുദ്ധമാകുന്നു. Oh God, your ways are holy. Hallelujah. നിന്റെ വഴികൾ വിശുദ്ധമാണ്. മനുഷ്യന്റെ വഴികളല്ല, മനുഷ്യന്റെ പദ്ധതികളല്ല, മനുഷ്യന്റെ മിടുക്കല്ല. ദൈവത്തിന്റെ വഴികൾ, ഹല്ലേലൂയ, അത് വിശുദ്ധം. Thy way, O God, in the sanctuary, who is so great. Hallelujah. Amen. Your way, O God, is holy. Who God is great like our God. You are the God who works wonders and have made known your might among the nations. You with your arm has redeemed your people. 14ാമത്തെ വാർഷികത്തിൽ പറയാം. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തെ പോലെ വലിയവനായ ദൈവം വേറെ ആരുള്ളൂ? ഹല്ലേലൂയ. തൃക്കരം കൊണ്ട് നീ നിന്റെ ജനത്തെ വീണ്ടെടുത്തിരിക്കുന്നു. With your mighty hand you have redeemed your people. Yes.
തൃക്കരങ്ങൾ കൊണ്ട് ഹല്ലേലൂയ നീ നിന്റെ ജനത്തെ വീണ്ടെടുത്തിരിക്കുന്നു. യാക്കോബിന്റെയും യോസേഫിന്റെയും മക്കളെ തന്നെ. Amen, amen, amen. So we rejoice. We want to say thank you. We celebrate your goodness. ദൈവത്തിന്റെ നന്മയ്ക്കായി, വിശ്വസ്തതയ്ക്കായി, കരുതലിനായി, താങ്ങും തണലുമായി. ഹല്ലേലൂയ. ഏലസിക്ക് 14ാമത്തെ വർഷം പ്രവേശിക്കാൻ കഴിയുകയില്ല. But for God, കൊടുങ്കാറ്റുകൾ വന്നു, തിരമാലകൾ അടിച്ചു, അതിന്റെ മധ്യത്തിലും കൊടുങ്കാറ്റൊരു പർവ്വതം പോലെ, സിയോൻ പർവ്വതം പോലെ ഈ സഭയെ കാത്തത് അത് മനുഷ്യന്റെ കരുതലല്ല, മനുഷ്യന്റെ മിടുക്കല്ല. Somebody ought to give God glory in the house of God. Amen. Hallelujah. 14ാമത്തെ വർഷം കഴിഞ്ഞ് അടുത്തൊരു വർഷത്തിലേക്ക്, അടുത്തൊരു സീസൺ സൈക്കിളിലേക്ക് പോകുമ്പോൾ ദൈവമേ അങ്ങ് എന്താണ് കർത്താവേ ആഗ്രഹിക്കുന്നത്? അങ്ങയുടെ വചനം, what is your word for your people? Apostolic Living Faith ചർച്ചിനോടുള്ള ബന്ധത്തിൽ സ്തോത്രം, എന്താ കർത്താവേ അങ്ങയുടെ അരുളപ്പാടുകൾ? സ്തോത്രം. ഹല്ലേലൂയ. പ്രധാനമായി ദൈവത്തിന്റെ ശബ്ദം ഒരു മുഴക്കം പോലെ എന്റെ ചെവിയിൽ പരിശുദ്ധാത്മാവ് കേൾപ്പിച്ച ഒരു ഭാഗമാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 22ാമത്തെ അധ്യായം. എബ്രഹാമിന്റെ അവസാനത്തെ ഒരു പരിശോധനയാണ്, ഒരു ടെസ്റ്റ് ആണ്. One of the final tests of Abraham. ആ ടെസ്റ്റ് പാസ്സാകുവാൻ ദൈവത്തിന്റെ ഹൃദയത്തിൽ ഭയങ്കര ആഗ്രഹമാണ്. എന്റെ മകൻ എബ്രഹാം ടെസ്റ്റ് പാസ്സാകണം. സ്തോത്രം. എനിക്കൊരു വലിയ അനുഗ്രഹം പകരുവാനുണ്ട്. ഞാൻ കേൾക്കുന്ന, എന്റെ ചെവിയിൽ കേൾക്കുന്ന ആ മുഴക്കമുള്ള ശബ്ദം, your seed will possess the gates of the enemies. അജിത്തെ, നിന്റെ സന്തതികൾ ശത്രുവിന്റെ പട്ടണങ്ങളെ കൈവശമാക്കും. എബ്രഹാമിനോട്, നമ്മുടെ പിതാവായ എബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്ത സ്തോത്രം ആ ഫൈനൽ ടെസ്റ്റ് പാസ്സായി. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹൃദയത്തിന് സ്തോത്രം അത് പ്രീതിയായി തീർന്നു, പ്രസാദമായി തീർന്നു. ദൈവം അത് അംഗീകരിച്ച് സ്തോത്രം അതിന്റെ മധ്യത്തിൽ സ്തോത്രം റിലീസ് ചെയ്ത ഒരു വലിയ ദൈവത്തിന്റെ ബ്ലെസ്സിംഗ് ആണ്, ദൈവത്തിന്റെ ഫേവർ ആണ്, ദൈവത്തിന്റെ പ്രവചന ശബ്ദമാണ്. It was a prophetic blessing. Hallelujah. Amen. ആ ദൈവം പറഞ്ഞത് അതേപടി സ്തോത്രം അങ്ങോട്ടും വള്ളി തിരിക്കാതെ സ്തോത്രം അതുപോലെ തന്നെ അനുസരിച്ച എബ്രഹാമിനോട് ദൈവം പറയുക, 100ാമത്തെ വയസ്സിൽ ഇസഹാക്ക് ജനിച്ചു. ഏകദേശം ഒരു 12 വയസ്സെങ്കിലും, ചില വേദപണ്ഡിതന്മാർ പറയുന്നു 30 വയസ്സ് പ്രായമുണ്ട് കാണുമായിരിക്കും എന്നൊക്കെ പറയുന്നു. സ്തോത്രം. അപ്പോൾ പ്രായമായ എബ്രഹാമിന് ഒത്തിരി അനുഗ്രഹങ്ങൾ വിളിച്ചിറക്കിയപ്പോൾ തന്നെ അനുഗ്രഹത്തിന് മേൽ അനുഗ്രഹമാണ് ദൈവം സംസാരിച്ചത്. പക്ഷെ ദൈവം ഫേസുകളായി 3ാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം നമ്മുടെ അപ്പനായ എബ്രഹാമിനോട് ദൈവം ഇടപെട്ടതുപോലെ God is speaking it to us once again and reinforcing God's covenant. ദൈവത്തിന്റെ ഉടമ്പടി. കരമടിച്ച് നമുക്ക് ദൈവത്തെ നന്ദി പറയാം. ഇത് മനുഷ്യന്റെ ശബ്ദമല്ല, ഇത് മനുഷ്യന്റെ ആലോചന അല്ല. നമ്മെ കുറിച്ച്, ഏലസി മക്കളെ നമ്മെ കുറിച്ചുള്ള, ഏലസി സഭയെ നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രവചന ദൂതാണ്. ഹല്ലേലൂയ. അടുത്ത 7 വർഷങ്ങളിലേക്ക് ഓടുവാൻ. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 22ാമത്തെ അധ്യായം അതിന്റെ 16 തൊട്ടുള്ള വാക്യങ്ങൾ നമുക്ക് ഓടിച്ചു വായിക്കാം. നീ ഈ കാര്യം ചെയ്തു, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായകൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്നല്ല, ഫൈനൽ ടെസ്റ്റ് പാസ്സായപ്പോൾ ഒരു പ്രയോഗം, നിന്നെ ഐശ്വര്യമായി ഞാൻ അനുഗ്രഹിക്കും. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും, കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. സ്തോത്രം. കടൽക്കരയിലെ മണൽ പോലെ അത്യന്തം വർദ്ധിപ്പിക്കും. ഏറ്റെടുക്കുന്നവർ ആ കാര്യങ്ങൾ. ഇത് നമ്മെ കുറിച്ച് ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, this is for me. ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, ഇന്ന് നിങ്ങൾ ഇവിടെയാണെങ്കിൽ, ഓൺലൈനിൽ കൂടെ കാണുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ശബ്ദം നിങ്ങളിലേക്ക് എത്തിയെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്കും ഒരു പങ്കാളിത്തമുണ്ട്. This is not just a word for ALFC, but this is a word. 2024 it's an year of multiplication, year of fruitfulness. ഫലപ്രദമായ, വർദ്ധിച്ചു വരുന്ന, പെരുകുന്ന ഒരു വർഷമാണ് 2024. It's a year of multiplication, a year of fruitfulness in the name of Jesus. അക്കരമടിച്ച് നമുക്കൊന്ന് സ്വീകരിക്കാം. Amen. Hallelujah. This is not a barren year. This is a year of fruitfulness. Hallelujah. ഇത് വർദ്ധിച്ചു വരുവാൻ നമ്മുടെ അപ്പനോട് ദൈവം ഫൈനൽ ടെസ്റ്റിൽ വാഗ്ദത്തം ചെയ്തതുപോലെ, Hallelujah, ഞാൻ നിന്നെ ഐശ്വര്യമായി ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അനുഗ്രഹത്താൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. വർദ്ധനവിനാൽ ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും. Hallelujah. Blessing, I will bless you. Multiplying, I will multiply you. Hallelujah. Your seed. Hallelujah. നിന്റെ സന്തതികൾ, നിന്റെ വിത്ത്, നിന്നിൽ നിന്ന് ഉത്ഭവിച്ചത്, ഹല്ലേലൂയ, അത് കടൽക്കരയിൽ പോലെ, ഹല്ലേലൂയ, മണല് പോലെ, ആകാശത്തിലെ നക്ഷത്രം പോലെ. അതെ, ഹല്ലേലൂയ. ഈ 14ാം വർഷത്തിൽ നിന്ന് 15ാം വർഷത്തിലേക്ക് പോകുമ്പോൾ, ഹല്ലേലൂയ, ശെങ്കന്റെ ഊരിൽ നിന്ന് ഇത് സിയോൻ പട്ടണമായി, ഹല്ലേലൂയ, ദൈവത്തിന്റെ മഹാരാജാവ് ഇറങ്ങുന്ന ഒരു സിംഹാസനമായി, ഒരു സ്ഥലമായി, ഭൂമിയുടെ അറ്റത്തോളം, യെരൂശലേമിൽ നിന്ന് ഭൂമിയുടെ അറ്റത്തോളം പോയതുപോലെ, ഹല്ലേലൂയ, ഭൂമിയുടെ
അറ്റത്തോളം പോകുവാൻ ഒരു നിയോഗം നമ്മുടെ മേൽ ദൈവം കൈമാറുക. It's no accident that God has brought his servant PG അങ്കിളും ആന്റി കുടുംബമായി ഇവിടെ വന്നത്. കേരളക്കരയിൽ സുവിശേഷത്തിന്റെ തീ ഈ വയൽ പ്രദേശങ്ങളിൽ ഭാരതം സുവിശേഷീകരിക്കുവാൻ ഇതൊരു കമ്മീഷനിങ് ആണ്. This is a commissioning. ഇന്ന് ഇവിടെ ആരാധന നടന്നപ്പോൾ ഒരു എൻകൗണ്ടർ നടന്നു. ആത്മാവിൽ എടുക്കപ്പെട്ടു. ഞാൻ ചെന്ന് നിൽക്കുന്നത് ഒരു പർവ്വതങ്ങളിലാണ്. മഞ്ഞു വീട് കിടക്കുന്ന പർവ്വതങ്ങളിൽ ഒരു കൊടി അവിടെ പോയി കുത്തുന്ന ഒരു ദർശനം കാണിച്ചു. And I knew, hallelujah, ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, യുപിയിൽ കൂടെ ഒക്കെ സഞ്ചരിക്കുന്ന എനിക്ക് അത് കണ്ടപ്പോൾ I knew 15ാമത്തെ വർഷത്തിൽ there is an assignment to take the mountains. There is an assignment to take the mountains. അതെ, നിന്റെ സന്തതികളെ അങ്ങനെ വർദ്ധിപ്പിക്കും. അത് കഴിഞ്ഞിട്ടുള്ള വാക്യം, നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. ആ ശബ്ദമാണ് ഞാൻ കേട്ടത്. Your seeds, your descendants shall possess the gates of them. ശത്രുവിനെ കൈവശമാക്കുന്ന തലമുറയായി, യോദ്ധാക്കന്മാരായി, സൈന്യമായി, തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ദൈവം പിൻപറ്റുന്ന ഒരു തലമുറയല്ല. എന്റെ അപ്പന്റെ ഹൃദയം, ഹല്ലേലൂയ, ഹല്ലേലൂയ, എന്റെ ആഹാരം ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് നിവർത്തിക്കുക. Thy kingdom come. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രിയ സഭമക്കളെ, സ്തോത്രം, ഹല്ലേലൂയ. ഒരു വലിയ ദൈവിക നിയോഗമാണ്, ദൗത്യമാണ്. ഹല്ലേലൂയ. 12ാമത്തെ വയസ്സിൽ പെർസ്പെക്റ്റീവ് മാറിയ യേശു പറയുക, അപ്പന്റെ ബിസിനസ്, അപ്പന്റെ കാര്യങ്ങൾ, അപ്പന്റെ സ്വപ്നം, അപ്പന്റെ ഇഷ്ടം, അപ്പന്റെ ഹിതം ഞങ്ങൾക്കൊന്നും വേണ്ട. It's all about the king and the kingdom. So as a church we are committed to fulfill the Father's dream. ദൈവത്തിന്റെ സ്വപ്നം, ദൈവത്തിന്റെ ഹിതം. Thy kingdom come, thy will be done on earth as it is in heaven. ദൈവത്തിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലുള്ളതുപോലെ ഭൂമിയിൽ നിവർത്തിക്കപ്പെടുവാൻ, ദൈവരാജ്യത്തിന്റെ സുവിശേഷം ഭൂമിയുടെ അറ്റത്തോളം പ്രസംഗിക്കപ്പെടുവാൻ ഒരു സാക്ഷ്യമാണ്. God, we commit ourselves to the great commission and to disciple the nations. ജാതികളെ ശിഷ്യത്വത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു വലിയ ദൗത്യത്തിന് വേണ്ടി, ആ മഹാനിയോഗത്തിന് വേണ്ടി കർത്താവെ ഒരു സഭയായി, ഹല്ലേലൂയ, നമ്മളെ തന്നെ ഏൽപ്പിച്ച് സമർപ്പിക്കാം. കർത്താവെ, ഞങ്ങൾ നന്ദി പറയുന്നു. ഒരു സഭയായി ഞങ്ങളെ സമർപ്പിക്കണം. അങ്ങയുടെ ദൗത്യത്തെ, അങ്ങയുടെ ദർശനത്തെ, അങ്ങയുടെ നിയോഗത്തെ വർദ്ധിക്കുവാൻ സ്തോത്രം. ഹല്ലേലൂയ, ഞങ്ങളെ സമർപ്പിക്കുന്നു. നന്ദി പറയുന്നു. ഹല്ലേലൂയ, യേശുവിൻ നാമത്തിൽ ആമേൻ.